സൗദിയിൽ നിരോധിക്കപ്പെട്ട മരുന്നുമായി ബാലുശ്ശേരി സ്വദേശി ഷംസുവിനെ കഴിഞ്ഞ മെയ് 5-ന് യാംബു എയർപോർട്ട് അധികൃതർ പിടികൂടി നാർക്കോട്ടിക് വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടിയാണ് മരുന്ന് കൊണ്ടുവന്നതെന്ന് സിദ്ദീഖ് അറിയിച്ചതിനെ തുടർന്ന് ഷംസുവിനെ വിട്ടയച്ച നാർക്കോട്ടിക് വിഭാഗം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അലർജി സംബന്ധമായ അസുഖത്തിന് വർഷങ്ങളായി ഉപയോഗിക്കുന്ന നെക്സറ്റോപ്ലസ് എന്ന മരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടുകാർ കൊടുത്തയച്ചത്. ഇന്ത്യയിൽ നിയമാനുസൃതമായി ഉപയോഗിക്കുന്നതും സിദ്ദീഖ് വർഷങ്ങളായി ഉപയോഗിക്കുന്ന മരുന്നാണ് ഇതെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ അറിയിച്ചു. എന്നാൽ ഇവിടെ നടത്തിയ പരിശോധനാ ഫലം സിദ്ദീഖിന് അനുകൂലമായിരുന്നില്ല. ഇതോടെ ഇദ്ദേഹത്തിന്റെ മോചനം വൈകി. ഭാര്യയും ബന്ധുക്കളും ഇന്ത്യൻ എംബസിക്കും കോൺസുലേറ്റിനും പരാതി നൽകിയിരുന്നു. യാംബുവിലെ സാമൂഹ്യ പ്രവർത്തകരുടെ നിരന്തര ഇടപെടലാണ് ജാമ്യത്തിന് വഴിവെച്ചത്. നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. നമുക്ക് മരുന്ന് കൊണ്ടുവരുമ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ മരുന്ന് വാങ്ങിയതിന്റെ പർച്ചേസിംഗ് പ്രൂഫായിട്ട് അതിന്റെ ബില്ല്, അതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകളെ വിശ്വാസ്യതയിലെടുത്ത് റിലീസ് ചെയ്യുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട രണ്ടുപേരും ഇത്തരം രേഖകൾ ഉണ്ടായിട്ടും അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം സമാനമായ കേസിൽ തിരുവല്ല സ്വദേശി നാർക്കോട്ടിക് വിഭാഗത്തിന്റെ കസ്റ്റഡിയിലായതായി സംശയമുണ്ട്. മീഡിയ 1 റിയാദ്.